കലയുടെയും സാഹിത്യത്തിന്റെയും സമസ്ത മേഖലയിലും വ്യാപരിച്ച പ്രതിഭാസമ്പന്നമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു വൈക്കം ചന്ദ്രശേഖരൻ നായർ എന്ന് CPI നേതാവ് മുല്ലക്കര രത്നാകരൻ. വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരം വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ എഴുത്തുകാരൻ PN ഗോപികൃഷ്ണന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലയുടെയും സാഹിത്യത്തിന്റെയും സമസ്ത മേഖലയിലും വ്യാപരിച്ച പ്രതിഭാസമ്പന്നമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു വൈക്കം ചന്ദ്രശേഖരൻ നായർ എന്ന് CPI നേതാവ് മുല്ലക്കര രത്നാകരൻ പ്രസ്താവിച്ചു. ഭാരതീയ പൗരാണികതയുടെ പുരോഗമനാത്മക വ്യാഖ്യാതാവും പൗരാണിക ദർശനങ്ങളെ മാർക്സിസ്റ്റ് ദർശനത്തിന്റെ മൗലിക തത്വങ്ങൾ ഉൾക്കൊണ്ട് വ്യാഖ്യാനിച്ച ഉന്നത പ്രതിഭയുമായിരുന്നു വൈക്കമെന്ന് മുല്ലക്കര തുടർന്നു പറഞ്ഞു. ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന വർഗീയ ശക്തികൾ ഭാരതത്തെ മതാത്മകമാക്കുവാൻ നോക്കുന്ന ഇരുണ്ട കാലത്ത് വൈക്കമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വെളിച്ചം പകർന്ന് മുന്നിൽ നടന്നേനെയെന്ന് തുടർന്ന് സംസാരിച്ച യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരം വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ എഴുത്തുകാരൻ PN ഗോപികൃഷ്ണന് നൽകി സംസാരിക്കുകയായിരുന്നു ഇരുവരും. അന്ന് ജീവിക്കണമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ സമൂഹത്തെ ഉളകൾ പിടിച്ചിരിക്കാനും ഈ നവോത്ഥാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, മനുഷ്യൻ എങ്ങനെയാണ് മതത്തിന്റെയും ജാതിയുടെയും അതിരുകൾ കടന്ന് പ്രണയിക്കുന്നത്, അങ്ങനെ പ്രണയിക്കുന്നതിൽ നിന്ന് മാനവികമായ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് രൂപപ്പെടുന്നത്, തന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ മോഹിക്കുന്ന ഹൃദയങ്ങൾ എങ്ങനെയാണ് ഉള്ളതെന്ന് കാണിച്ചത് കാരണം അതിൽ സമൂഹം മുഖ്യമായി കടപ്പെട്ടിരിക്കുന്നത് ശ്രീനാരായണ. പക്ഷേ അത് അയ്യങ്കാളിയും ചക്രവർത്തി സ്വാമികളും മറ്റൊരുപാട് മനുഷ്യരും ചേർന്ന് കേരളത്തെ ഒരു അന്ധകാരപരമായ അവസ്ഥയിൽ നിന്ന് പുതിയൊരു പ്രഭാതത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയൊരു പ്രസവം കൂടിയാണ്. വൈക്കോം, കാമശ്ശേരി, തോപ്പിൽഭാസി, വയലാർ, ജനയുഗവും, KPSC, കാളിദാസ കലാകേന്ദ്രവും ഒക്കെ അടക്കം നവോത്ഥാന ആശയങ്ങളെ രാഷ്ട്രീയമായ വളർച്ചയിലേക്ക് നയിച്ച സുപ്രധാനമായ ഒരു ചരിത്ര കാലഘട്ടത്തിൽ ഇടതടവില്ലാതെ പ്രസംഗിച്ചും എഴുതിയും ജീവിതം മുഴുവൻ സർഗസമരമാക്കി തീർത്ത ഒരു ഉജ്ജ്വല പ്രതിഭയാണ് വൈക്കം ചന്ദ്രശേഖരൻ നായർ. അദ്ദേഹം കൈവരിക്കാത്ത മേഖലയില്ല, അവർക്ക് അനുസ്മരിച്ചു കഴിഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ജാദൂഗൃഹം എന്ന നാടകത്തിനാണ് അവാർഡ് ലഭിച്ചത്. അവാർഡുകൾ കിട്ടാത്ത എത്രയോ നാടകങ്ങൾ. ആളോഹരി എന്ന നാടകം 20ാമത്തെ വയസ്സിലാണ് വൈക്കം എഴുതുന്നത്. വൈക്കത്ത് ജനിച്ചു വളർന്നതാണ്. വൈക്കം ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ അക്കാലത്തുണ്ടായ അരവിന്ദൻ KS മംഗലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യുവകലാസാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ബിനു വൈക്കം അനുസ്മരണവും സാംജി TV പുരം പുസ്തക പരിചയവും നടത്തി. വൈക്കം ചന്ദ്രശേഖരൻ നായർ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ലൈബ്രറിയുടെയും ഔപചാരിക പ്രഖ്യാപനം ശ്രീമതി CK ആശ MLA നിർവഹിച്ചു. വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ പുത്രി ശ്രീമതി വത്സല അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. അവാർഡ് ജേതാവായ മുരളീകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. UAE പ്രതിനിധി പ്രശാന്ത് ആലപ്പുഴ, ജോസ് ചെമ്പക്കര, MD ബാബുരാജ്, മുരളി വാഴമന, സലിം മുല്ലശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള.